ഞാനിപ്പോൾ ഉള്ളത് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലാണ്. എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ രാജധാനി ട്രെയിൻ യാത്രയാണ്. ആദ്യത്തെ പോയും ഫാമിലി എല്ലാം ഉണ്ട്. അയാൻസ് ഉണ്ട് ഇവിടെ, നിഷാ ദീദി ഉണ്ട്. ഇവിടുന്ന് ബാഗ് സ്കാൻ ചെയ്തിട്ട് വേണം അങ്ങോട്ടേക്ക് കയറാൻ. എന്തായാലും ബാഗ് വെക്കട്ടെ. ഒരുപാട് നാളിന് ശേഷമാണ് ഈ ബാഗ് എടുക്കുന്നത്. യെസ്, ശതാബ്ദി. ശതാബ്ദി AC ചെയർക്കാർ. ഇതിൻ്റെ മുന്നേ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു ശതാബ്ദി എക്സ്പ്രസ്സിൽ. അതേന്ന് ലക്നൗ എന്നായിരുന്നു. പ്ലാറ്റ്ഫോം നമ്പർ 3 നമ്മുടെ ട്രെയിൻ ഉള്ളത്. നമുക്ക് എന്തായാലും അങ്ങോട്ടേ പോവാം. ഡൽഹിയിൽ നിന്ന് മുംബൈയിലേക്കാണ് പോകുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ഇതാണ് നമ്മുടെ ട്രെയിൻ, തേജസ് രാജധാനി. തേജസ് 1383 കിലോമീറ്റർ നമ്മൾ വെറും 16 മണിക്കൂർ കൊണ്ടാണ് കവർ ചെയ്യാൻ പോകുന്നത്. ആദിത്യ ഭയ്യ, നിഷാ ദീദി, അതുപോലെ തന്നെ അയാൻസ് എല്ലാം നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. നമ്മൾ സെയിം കോച്ച് തന്നെയാണ് പോകുന്നത് കേട്ടോ. B1ലാണ് നമ്മുടെ, B4 ആണ് തേജസ്. ഞാൻ നല്ലപോലെ എക്സൈറ്റ്മെന്റ് ആയിട്ടാണ് ഉള്ളത് കേട്ടോ. ആദ്യമായിട്ടാണ് ഒരു രാജധാനി ട്രെയിനിൽ യാത്ര ചെയ്യുന്നത്. അങ്ങനെ വലതുകാൽ വെച്ചിട്ട് അങ്ങ് കയറാം. 16 മണിക്കൂർ ട്രെയിൻ യാത്രയാണ്. ഓപ്പൺ കറോ. വാവ്, അടിപൊളി സീറ്റാണല്ലോ. ആദിത്യ ഭയ്യയുടെ സീറ്റ് ഇതാണ്, 15, 14. നമ്മുടേത് 39 ആണ്. സെയിം കോച്ചാണ്. അവിടെ അങ്ങനെയാണ് എൻ്റെ വരുന്നത്. ഫസ്റ്റ് ടൈമാണ് തേജസ്സിൽ കയറുന്നത് കേട്ടോ. വാവ്, ഇത് വേറെ ലെവലാണല്ലോ. ഇതാണ് എൻ്റെ സീറ്റ് 39, ലോവർ ബർത്താണ്. എന്തായാലും നല്ല സീറ്റാണ് കേട്ടോ. സോളോ ആയിട്ട് യാത്ര ചെയ്യുമ്പോൾ ഏറ്റവും നല്ല സീറ്റാണ്. വാവ്, നല്ല വ്യൂ ഉണ്ട് കേട്ടോ ഇവിടുന്ന്. ഇതെന്തായാലും എനിക്ക് മറക്കാൻ പറ്റാത്തൊരു ട്രെയിൻ യാത്ര തന്നെയായിരിക്കും. ഇവിടെ നോക്കിയാൽ നമുക്കൊരു റീഡിങ് ലൈറ്റ് കാണാം. അതുപോലെ തന്നെ ഹാങ് ചെയ്യാനുള്ള ഇതുണ്ട്. നല്ല കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്യാം. അതാണ്. നമുക്കെന്തായാലും ഒന്ന് ബാത്റൂം ഒന്ന് ചെക്ക് ചെയ്യാം. ബാത്റൂം ഒക്കെ ആണെങ്കിൽ ഓക്കെ ആണ് കണ്ടോ. അത്യാവശ്യം നീറ്റാണ്. നമുക്കിവിടെ ഡൈപ്പർ ചേഞ്ച് ചെയ്യാനുള്ള ഇതുണ്ട്. ജെറ്റ് സ്പ്രേ ഉണ്ടല്ലോ. ട്രെയിൻ എങ്ങനെയുണ്ട്? അടിപൊളി ട്രെയിൻ. ഇത് പുഷ്പുൾ ലോക്കോ ആണ്. 2 സൈഡിലും, ബാക്കിലും മുന്നിലും എൻജിൻസ് ഉണ്ടാവും. ഫുഡൊക്കെ ഇൻക്ലൂഡ് ആണ്. ഫുഡൊന്നും നമുക്ക് പുറത്തുനിന്ന് പോകേണ്ട ആവശ്യമില്ല. എന്നാലും നമ്മൾ സ്നാക്സ് ആയിട്ട് കുറച്ച് ഫുഡൊക്കെ വാങ്ങാം. മമ്മിക്ക് ഉദ്ദേതോ. क्या कर रहा है? भाई ऐसे उधर से जी बिट्टी दे अंट इंजन आगे चलेगा, बंद भी नहीं हुआ है डोर. इंजन बिट्टी दे अंट राजधानी वो राजधानी है. सच में नहीं है, दूसरा कोई है. ट्रेन एंजिन फिट കാണുമ്പോഴാണ് किधर जा रहे हैं इंजन देखने के लिए. वो ये इंजन, ये फ्रंट है, पीछे ये पीछे देखो कितना बढ़िया है. न्यू दिल्ली. अभी इधर ഇതിങ്ങനെ മുന്നോട്ടും ബാക്കോട്ടും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഇത് എൻജിൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഫ്രണ്ടാണോ ബാക്കാണോ എന്ന് തിരിയുന്നില്ല. കാരണം 2 എൻജിൻ ഉണ്ടല്ലോ. അത് ബാക്ക് സൈഡാണ് കേട്ടോ. ये मेरा सीट है. पेपर दे दिया. ये देखो पेपर मिला मेरे को. हिंदी है लेकिन मैं पिक्चर देखेगा. ഇത് വായിക്കാൻ പറ്റത്തില്ല. നമുക്ക് എന്തായാലും പിക്ചറൊക്കെ നോക്കിയിട്ട്
നമുക്ക് എല്ലാം കിട്ടും കേട്ടോ. ഫുഡ് കിട്ടും, ചായ കിട്ടും, അതുപോലെ ഐസ്ക്രീം കിട്ടും. നമുക്ക് എല്ലാ തരം പേപ്പറും കിട്ടും കേട്ടോ. ഇവിടെ നോക്കിയാൽ നമുക്കൊരു ഇംഗ്ലീഷ് പേപ്പർ കാണാം. ഇതൊക്കെ ഇതിൽ പാർസൽ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഫുഡൊക്കെ ഇവിടെ പാർസൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഡ്യൂട്ടീസ് ഓഫ് കോച്ച് അറ്റൻഡൻറ്റ്. മുംബൈ ഈ സൈഡാണ്, നമ്മുടെ എഞ്ചിൻ ഈ സൈഡാണ്. നമുക്ക് എന്തായാലും എഞ്ചിൻ ഒന്ന് കാണാൻ പോവാം. B2 ഒരുപാട് കോസ്റ്റ് ഉണ്ട് കേട്ടോ. ഇവിടെ ഒരുപാട് നടക്കാനുണ്ട്. അങ്ങ് ലാസ്റ്റാണ് എഞ്ചിനുള്ളത്. ഞാൻ എന്തായാലും എഞ്ചിൻ കാണാൻ വേണ്ടി ഓടുകയാണ്. ഒരുപാട് കോസ്റ്റ് ഉണ്ട്. എത്ര ദൂരമാണ് എന്താ മോനെ. A4 സെക്കൻഡ് AC ആണ്. ഇതാണ്ട് എഞ്ചിൻ ഓടി വന്നുകൊണ്ട് തന്നെ വെറും 16 മണിക്കൂറുണ്ട്. നമുക്ക് 1383 കിലോമീറ്റർ കവർ ചെയ്യാൻ പറ്റും. സ്പീഡ് ഒരു 90 km/h പോകും. മാക്സിമം സ്പീഡ് 130 വരെ പോകാനൊക്കെ സാധ്യതയുണ്ട്. യെസ്, ഇതാണ് നമ്മുടെ എഞ്ചിൻ. ഇതിൻ്റെ അകത്ത് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇതാണ് നമ്മുടെ ലോക്കോ പൈലറ്റ്. ഓക്കെ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കോച്ച് ഉണ്ടോ. ഇൻസ്പെക്ഷൻ കാർ എന്താണത്? യെസ്, ഒരുപാട് ദൂരം പോകണം. അങ്ങ് ബാക്കിലാണ് നമ്മുടെ സീറ്റ് ഉള്ളത്. ഇപ്പോൾ 4:30 സമയം. 4:50 നമ്മുടെ ഈ ട്രെയിൻ എടുക്കുന്നത് ഇവിടുന്ന്. തേജസ് രാജധാനി ഇന്ത്യയിലെ ഏറ്റവും പ്രയോറിറ്റി ഉള്ള ഒരു ട്രെയിനാണ്. ഇന്ത്യയിലെ ഏറ്റവും വേഗത കൂടിയ ട്രെയിനിലാണ് നമ്മളിപ്പോൾ പോകുന്നത്. നല്ല രീതിയിൽ എക്സൈറ്റ്മെൻ്റ് ആയിട്ടാണ് ഉള്ളത്. കണ്ടോ, തേജസ് മുംബൈ രാജധാനി എക്സ്പ്രസ്. ഞാൻ ഒരു ദിവസമേ മുംബൈയിൽ ഉണ്ടാവുള്ളൂ. പുതുതായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യും കേട്ടോ. കിടിലൻ ട്രാവൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക്. അയാൻഷി കാണാതെയാണ് ഞാൻ ഇറങ്ങിയത്. ഞാൻ ഇറങ്ങുന്നുണ്ട്, അവനും എൻ്റെ കൂടെ തന്നെ ഇറങ്ങിയിട്ട് പോരും. എന്തായാലും ഈ ഒരു ട്രെയിൻ യാത്ര എൻ്റെ ജീവിതത്തിൽ ഒരു മറക്കാൻ പറ്റാത്തൊരു യാത്രയായിരിക്കും. ഇപ്പോൾ ഞാൻ ട്രാവൽ ചെയ്യുന്നത് 3rd AC-യിലാണ്. ഡോറൊക്കെ ഓട്ടോമാറ്റിക് ആണ്. അതുകൊണ്ട് പുറത്തിറങ്ങുമ്പോൾ നല്ലപോലെ സൂക്ഷിക്കണം. അത് ലോക്കായാലും ഓപ്പൺ ചെയ്യാൻ പറ്റുമോന്ന് അറിയത്തില്ല. അവിടെ ചെറിയ ബട്ടൺ കാണുന്നുണ്ട്, അറിയത്തില്ല. നമുക്ക് നോക്കാം എന്തായാലും. ഓ, ഓട്ടോമാറ്റിക് ഡോർ. There is a button. Oh, ये बटन बैठ जाता है. चलो कम आ जाओ. Yes, let's go. जाओ भैया की सीट पे जाके. चल चल चल. ഓ, എൻ്റെ സീറ്റിൽ ആരൊക്കെ വന്നിരുന്നു കേട്ടോ. അയാൻസ് എൻ്റെ കൂടെ തന്നെയുള്ളത്. तेजस. ओ तेजस नहीं है, शताब्दी है. शताब्दी. ये आयांश का बाल देखो, गोल्डन आयांश. ये गोल्डन आयांश, ये गोल्डन आयांश. बाय 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 ന്യൂ ഡൽഹി. നമ്മുടെ ട്രെയിനെ ന്യൂഡൽഹിയിൽ നിന്ന് വിട്ടിരിക്കുകയാണ്. സ്പീഡിലാണ് പോകുന്നത്. മിനിമം സ്പീഡ് 90 മാക്സിമം സ്പീഡ് 130. നമ്മളെന്തായാലും പെട്ടെന്ന് ഇവിടെ നല്ല വ്യൂ ഉണ്ട് കണ്ടോ. നല്ല റിലാക്സ് ആയിട്ട് ഇങ്ങനെ കാഴ്ചയും കണ്ട് ഇങ്ങനെ പോകാം. ഇവിടുന്ന് ഭയങ്കര ഷെയറിങ് ആൻഡ് കെയറിങ് ആണല്ലേ. കെയറിങ് രണ്ടാളിങ്ങനെ ഷെയർ ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓ, നല്ല ബ്യൂട്ടിഫുൾ ട്രെയിൻ അല്ലേ. വെരി ബ്യൂട്ടിഫുൾ ട്രെയിൻ. എനിക്കറിയത്തില്ല, നിങ്ങൾക്ക് ആരെങ്കിലും കമന്റ് ഇടും. നിസാമുദ്ദീൻ. നിസാമുദ്ദീനിൽ എത്തിയിട്ടാണുള്ളത്. ഇവിടെ നോക്കിയാൽ വേറൊരു തേജസ് രാജധാനി കാണാം. ഇത് നിസാമുദ്ദീൻ ടു മുംബൈ. ചാവൽ. चावल चोर. चावल चोर. मुंबई പോവാണ്. ഫുഡൊക്കെ ഇൻക്ലൂഡ് ആണ്. നമുക്കിപ്പോൾ ഒരു ബോട്ടിൽ വെള്ളം കൊണ്ട് തന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ബിസ്ക്കറ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാനും അയാൻഷും. അങ്ങനെ ഫുഡ് കൊണ്ട് തന്നിട്ടുണ്ട്. ഇത് അയാൻസിൻ്റെ ആണ്. അയാൻസിൻ്റെ ഇവിടെ തന്നെ കൊണ്ട് തന്നത്. ബിസ്ക്കറ്റ്, അതുപോലെ തന്നെ ചെറിയൊരു സ്നാക്സ്, ചെറിയൊരു മിക്സ്ചറും പിന്നെ സാൻഡ്വിച്ചുമാണ് തന്നത്. ഒരു സോസും ഉണ്ടായിരുന്നു അവിടെ. ചൂടുവെള്ളവും കപ്പും കുറച്ച് കഴിഞ്ഞിട്ട് തരുമായിരിക്കും ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള. നമ്മുടെ ഒരു ആപ്പ് ഉണ്ട്.
നമ്മളിപ്പോ നല്ല സ്പീഡിലാ പോകുന്ന കേട്ടോ, നോക്കിയേ. 130 है स्पीड सच में. स्पीड अच्छी है. 130 പക്ഷെ പുറത്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നില്ല. എന്തായാലും ഫുഡ് കഴിക്കട്ടെ. എൻ്റെ സാൻഡ്വിച്ച് എവിടെ? അടിപൊളി സാൻഡ്വിച്ച്. 3 ഇപ്പം പോകുന്നത്. സാൻഡ്വിച്ച് പൂരക്കാവോ? അടിപൊളി സാൻഡ്വിച്ച്. നമുക്ക് എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളി. ചെറിയ എന്തോ സ്നാക്ക് ഉണ്ട്, എന്താണെന്ന് അറിയത്തില്ല, എന്നാലും നോക്കിയോ. ഹയാൻസ് പറയുന്നത് സമൂസയാണോ? പക്ഷെ എനിക്കിത് വലിയൊരു ഐഡിയ കിട്ടുന്നില്ല. എന്തായാലും ഉള്ളിൽ എന്തോ ഫീലിംഗ് ഉണ്ട്. 130 തന്നെ പിടിക്കുകയാണ്. ഓ അച്ചി സ്പീഡ്. നമുക്ക് ഇതിൻ്റെ കൂടെ സാനിറ്റൈസർ വരെ തന്നിട്ടുണ്ട്. വേറെ എന്താ വേണ്ടത് അല്ലേ? ചായയുടെ കപ്പ് കൊണ്ട് തന്നിട്ടുണ്ട്. चाय चाय नहीं पिएगा ना? पियूंगा. भैया तेजस जिंदाबाद. तेजस जिंदाबाद. हाँ तेजस जिंदाबाद. चाय हमारा चाय. ആണ് നമ്മുടെ ടിക്കറ്റ്. गरम पानी. चाय रेडी हो गया. नहीं ये हॉट वाटर है. कैसा दिया? चाय रेडी हो गया. ये थोड़ा बाहर चले. बाहर चले, ट्रेन रुक जाएगी थोड़ी देर. ഓക്കെ, നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട്. मैं भी करता हूं. ठीक है. അയാൻസ് അങ്ങനെ നമുക്ക് ചായ ഉണ്ടാക്കി തരുവാണ്. അടിപൊളി ചായ. നമുക്ക് അയാൻസിന് ചായ ഉണ്ടാക്കി കൊടുക്കാം. അയാൻസ് എന്തായാലും ചായ ഉണ്ടാക്കി കൊടുക്കാം. അയാൻസിൻ്റെ ചായയും റെഡിയായി. സൂപ്പർ. ചോടിയാണ് കേട്ടോ. അയാൻസ് കച്ചോടി പോലെ ഇരുട്ടായി. ഇനി പുറത്തെ കാഴ്ചകളൊന്നുമില്ല. ഇതാണ് IRTCയുടെ ആപ്പ്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യാൻ പറ്റും. എല്ലാം ഉണ്ട്. സൊമാറ്റോ, അതുപോലെ ഡൊമിനോസ് ഉണ്ട്, ഒരുപാട് ഇതുണ്ട്. ट्रैक के बीच में रोक दिया था ट्रेन को. बाहर देखो पूरा. बाहर क्या है? सुनसान है. सुनसान. भैया थोड़ा घूम के उधर थोड़ा सा चमोटों പോയി നോക്കാം. किधर जा रहे हैं हम लोग? हम जा रहे हैं बोर के पास. നമ്മൾ ഇവിടെ പോവാണ്. ഓ रात हो गया. रात हो गया. यहाँ पे कोई नहीं. क्या चल रहा है? कैमरा क्या? ओह माय गुडनेस. ये कैमरे में देखे जाते. दो कैमरा है. अरे सकल പേരൊക്കെ ഇവിടെ തന്നെ ഉണ്ട്, അതുകൊണ്ട് പേര് ചോദിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എന്തായാലും नीचे से दिख रहा है ट्रेन जा. टिकट टिकट अच्छा ये ले. ये टिकट अच्छा अभी पकड़ गई. टीटी आ गया. जल्दी जल्दी चुप जाओ. बाय बाय. നമ്മളിപ്പോൾ മധുര ജംഗ്ഷനിലാണുള്ളത്. നമ്മളിതിൽ എവിടെയാണുള്ളത്? മധുര ജംഗ്ഷനിലുള്ളത്. നമ്മളിപ്പോ 130 തന്നെ പിടിക്കാണ്. ആവറേജ് സ്പീഡ് 125, മാക്സിമം സ്പീഡ് 132 വരെയാണ് പോകുന്നത്. എന്താണല്ലേ. ഇനി അധികം സ്റ്റോപ്പൊന്നും ഇല്ല. ഇനി കോട്ട ജംഗ്ഷനിലാണ് സ്റ്റോപ്പ് ഉള്ളത്. അയാൾ ഇവിടെ തന്നെ കിടക്കുകയാണ്. എൻ്റെ ഫുഡ് എത്തിയിട്ടോ. ദാൽ കറി ഉണ്ട്, റൈസ് ഉണ്ട്, റൊട്ടി, അതുപോലെ തന്നെ ദഹി ഉണ്ട്, ഡ്രൈ വെജ്, ചിക്കൻ മസാല. നല്ല ജീര റൈസ് ഉണ്ട്, അതുപോലെ തന്നെ ദാൽ കറി, ചിക്കൻ കറി ഉണ്ട്. നമുക്ക് 4 ചെറിയ റൊട്ടിയുണ്ട്, അതുപോലെ പിന്നെ റൈസ് കുറച്ച് വളരെ കുറച്ചേ ഉള്ളൂ. പക്ഷേ ചിക്കൻ കറി അടിപൊളി, രക്ഷയില്ല. ദാലൊരു എന്താ പറയുക ഓക്കെയാണ്. ഇതും ഒരു ഓക്കെയാണ്, അത്രയേ ഉള്ളൂ. ഒരു ചെറിയൊരു പിക്കിളും ഉണ്ട്.
നമ്മളിത് കഴിച്ച് കഴിഞ്ഞ പാടുന്ന നമുക്ക് ഐസ്ക്രീമും കൊണ്ടു തന്നു കേട്ടോ. മദേഴ്സ് ഡയറി വാനില ഐസ്ക്രീം. ഇവിടെ ബ്ലൂ ലൈറ്റ് ഒക്കെ ആയിട്ടുണ്ട് ട്രെയിനിൽ മൊത്തം. അപ്പോൾ ഗുഡ് നൈറ്റ്, നാളെ രാവിലെ കാണാം. ഹേയ് ഗൈസ്, ഗുഡ് മോർണിംഗ്. ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുണ്ട്. ഒരു ഫ്രഷ് മാംഗോ ജ്യൂസ് ഉണ്ട്, അതുപോലെ തന്നെ ചാക്കറ്റ്, ബട്ടർ, ബ്രൗൺ ബ്രെഡാണ്. ഇതെന്താണ് ഇതധികം ഓംപ്ലേറ്റഡ് ആയിരിക്കും. ഉപ്മാവാണോ? ഫൈനലി നമ്മൾ മുംബൈ സെൻട്രൽ എത്തിയിരിക്കുകയാണ്. തേജസ് രാജധാനി. ഒരു നല്ലൊരു യാത്രയായിരുന്നു. ട്രെയിൻ ജേർണി अच्छा था और अच्छी ट्रेन भी है अच्छा ट्रेन भी है. और लंबी जर्नी भी थी. നല്ല അടിപൊളി യാത്രയായിരുന്നു കേട്ടോ. ആദിത്യ ഭയ്യ ജനിച്ചു വളർന്നതൊക്കെ മുംബൈയിലാണ്. 8 വർഷത്തിന് ശേഷമാണ് വരുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് മുംബൈ സെൻട്രലിലാണ്. ഇവിടുന്നൊക്കെ ട്രെയിന് ടെർമിനേറ്റ് ചെയ്യാണ്. ഇതൊരു ടെർമിനലാണ്. ഹലോ ഗൈസ്, ഇവിടെ വരുന്ന ട്രെയിനൊക്കെ ഇവിടുന്ന് തിരിച്ചു പോവാണ് ചെയ്യുക. നമ്മുടെ ഈ ട്രെയിനില്ല, ഇപ്പോൾ ഇനി ഇവിടുന്ന് ഇനി ന്യൂഡൽഹിയിലേക്ക് പോകും. തേജസ് രാജധാനി തിരിച്ചു പോവും. വെൽക്കം ടു മുംബൈ സെൻട്രൽ. वेलकम टू मुंबई सेंट्रल. तो तेजस आए कब ना. अरे मेरा बैग है, मैं कैसे चढ़ूंगा? പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ല. എനിക്ക് നവി മുംബൈ പറ്റി മൃദുൽ ഭായ് ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. മൃദുൽ ഭായ് മെസ്സേജ് അയച്ചിട്ടുണ്ട്, അവിടത്തേക്ക് സ്റ്റേ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേങ്കിൽ ആദിത്യ ഭയ്യ ഇങ്ങനെ പറയാണ് ഇവിടുന്ന് ഒരുപാട് ദൂരമുണ്ട്, അതുകൊണ്ട് തന്നെ എന്തെങ്കിലും നമുക്ക് ഫിയർ ഔട്ട് ചെയ്യാന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഈ മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ വെച്ച് നിർത്താണ്. അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് കാണാം ഗൈസ്. സീ യു, ബൈ ബൈ.